ഹലോ ഡിയർ ഫ്രണ്ട്സ്, അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. ഈ പുസ്തകത്തിൻ്റെ മുക്കാൽ ഭാഗവും ഞാൻ വായിച്ചു കഴിഞ്ഞു. എൻ്റെ സിനീസ് ബുക്കിഷ് തോട്ട്സ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ നിയമം, രണ്ടാമത്തെ നിയമം, മൂന്നാമത്തെ നിയമം, നാലാമത്തെ നിയമം, ഇതെല്ലാം എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി വായിക്കാൻ പോകുന്നത് വിപുലമായ തന്ത്രങ്ങൾ, തരക്കേടില്ല എന്നതിൽ നിന്ന് മികച്ചതിലേക്കുള്ള ദൂരം. അതിലെ 18ാമത്തെ അധ്യായം, പ്രതിഭയെക്കുറിച്ചുള്ള സത്യം, ജീനുകൾ പ്രാധാന്യമുള്ളപ്പോൾ അല്ലാത്തപ്പോൾ. ഈ ചാപ്റ്ററാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കേട്ടു നോക്കൂ. താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അധ്യായം 18, പ്രതിഭയെക്കുറിച്ചുള്ള സത്യം, ജീനുകൾ പ്രാധാന്യമുള്ളപ്പോൾ അല്ലാത്തപ്പോൾ. ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച അത്ലറ്റാണ് മൈക്കൽ ഫെൽപ്സ്. ഏതൊരു നീന്തൽ താരത്തെക്കാളും മറ്റേത് താരത്തെക്കാളും കൂടുതൽ മെഡലുകൾ ഫെൽപ്സ് നേടിയിട്ടുണ്ട്. എന്നാൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഹിച്ചം എൽ ഗുരോജിനെ പരിചയമുണ്ടാകൂ. അദ്ദേഹവും വളരെ മികച്ച ഒരു അത്ലറ്റായിരുന്നു. എൽ ഗുരോജ് 2 ഒളിമ്പിക് സ്വർണം നേടിയ ഒരു മൊറോക്കൻ മധ്യദൂര ഓട്ടക്കാരനാണ്. ഇവർ രണ്ടാളും പലതരത്തിൽ വ്യത്യസ്തരാണ്. എന്നാൽ ഏറ്റവും വലിയ വ്യത്യാസം ഇവരുടെ ഉയരമാണ്. എൽ ഗുരോജിൻ്റെ ഉയരം 5 അടി 9 ഇഞ്ചാണ്. ഫെൽപ്സ് 6 അടി 4 ഇഞ്ചും. 7 ഇഞ്ചിൻ്റെ ഈ ഉയര വ്യത്യാസമുണ്ടെങ്കിലും ഈ രണ്ടു പേരും ഒരു കാര്യത്തിൽ ഒരേപോലെയാണ്. രണ്ടാളുടെയും പാൻസിൻ്റെ ഇറക്കം ഒന്നാണ്. ഇതെങ്ങനെ സാധിക്കും? തൻ്റെ ഉയരം വെച്ച് നോക്കുമ്പോൾ ഫെൽപ്സിൻ്റെ കാലുകളുടെ നീളം ഉടലിനെ അപേക്ഷിച്ച് കുറവാണ്. ഒരു നീന്തൽ താരത്തിന് ഏറ്റവും അനുയോജ്യമായ ശരീരഘടന. എൽ ഗുരോജിൻ്റെ കാലുകൾ വളരെ നീളമുള്ളതും ഉടൽ കുറുകിയതുമാണ്. ദീർഘദൂര ഓട്ടത്തിന് ഏറ്റവും ചേരുന്ന ശരീരഘടന. ഈ 2 ലോകോത്തര താരങ്ങളും തങ്ങളുടെ സ്പോർട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരുന്നെങ്കിലോ? ആവശ്യത്തിനു പരിശീലനം കിട്ടിയാൽ അപ്പോഴും ഫെൽപ്സിൻ്റെ ഒരു നല്ല ദീർഘദൂര ഓട്ടക്കാരനാകാൻ കഴിയുമായിരുന്നോ? സംശയമാണ്. തൻ്റെ ഫിറ്റ്നസ് ഏറ്റവും മികച്ചതായിരുന്ന സമയത്ത് ഫെൽപ്സിൻ്റെ ശരീരഭാരം 194 പൗണ്ടായിരുന്നു. എൽ ഗുരോജിനേക്കാൾ 40% ഭാരം കൂടുതൽ. ഗുരോജ് ആവട്ടെ വെറും 138 പൗണ്ടിലാണ് മത്സരിച്ചത്. ഉയരം കൂടിയ ഓട്ടക്കാർക്ക് തങ്ങളുടെ ദേഹത്തുള്ള ഓരോ അധിക പൗണ്ടും ഒരു ശാപമാണ്. മികച്ച ഓട്ടക്കാർക്കിടയിൽ ഫെൽപ്സ് ആദ്യം തന്നെ ഒരു പരാജയമായേനെ. ഇതേപോലെ എൽ ഗുരോജ് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഓട്ടക്കാരിൽ ഒരാളായിരിക്കും. എന്നാൽ ഒരു നീന്തൽക്കാരനായ അദ്ദേഹം ഒളിമ്പിക്സിൽ ഇടം നേടുമോ എന്നുപോലും സംശയമാണ്. 1976 മുതൽ പുരുഷന്മാരുടെ 1500 മീറ്ററിൽ ഒളിമ്പിക് ഗോൾഡ് മെഡൽ നേടുന്നവരുടെ ശരാശരി ഉയരം 5 അടി 10 ഇഞ്ചാണ്. എന്നാൽ നീന്തലിലാവട്ടെ ശരാശരി ഉയരം 6 അടി 4 ഇഞ്ചും. നീന്തൽ താരങ്ങൾക്ക് പൊതുവെ ഉയരം കൂടുതലും നീണ്ട കൈകളും ഉടലും ഉണ്ടാകാറുണ്ട്. നീന്തുന്നതിന് ഈ ശരീരഘടന ഏറെ പ്രയോജനപ്രദമാണ്. എൽ ഗുരോജ് നീന്തൽ കുളത്തിൽ ഇറങ്ങുന്നതിനും മുൻപേ തന്നെ അദ്ദേഹം തോറ്റിരിക്കും. നിങ്ങളുടെ വിജയത്തിൻ്റെ ഒരു പ്രധാന ഘടകം നിങ്ങൾക്ക് അനുയോജ്യമായ മത്സര ഇനം തിരഞ്ഞെടുക്കലാണ്. സ്പോർട്സും ബിസിനസ്സും ഒക്കെ പോലെ തന്നെയാണ് ശീലങ്ങളുടെ പരിണാമവും. ശീലങ്ങൾ നിങ്ങളുടെ സ്വാഭാവികമായ താല്പര്യങ്ങളും കഴിവുകളുമായി ചേർന്ന് നിൽക്കുന്നവയാണെങ്കിൽ അവ പരിശീലിക്കാൻ എളുപ്പമാണ്. നീന്തൽ കുളത്തിലെ ഫെൽപ്സിനെയോ ട്രാക്കിലെ എൽ ഗുരോജിനെയോ പോലെ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു മേഖല വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. ആളുകൾക്ക് പലതരം കഴിവുകളാണ് ഉള്ളത് എന്ന് തിരിച്ചറിയുകയാണ് ഏറെ പ്രധാനം. ചില ആളുകൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ താല്പര്യം കാണില്ല. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് രസകരമായ ഒരു കാര്യമല്ല. ജൈവശാസ്ത്ര ഘടകങ്ങൾ പോലെയുള്ള വാക്കുകൾ പക്ഷേ ചിലർ ജനിച്ചതേ വിജയിക്കാനും ചിലർ തോൽക്കാനും എന്നൊക്കെ തോന്നിപ്പിക്കും. എന്നാൽ ഇത് നമ്മുടെ സ്വഭാവത്തിൽ ജീനുകളുടെ സ്വാധീനം പൂർണ്ണമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ജനിതക ശാസ്ത്രത്തിൻ്റെ ശക്തി തന്നെയാണ് അതിൻ്റെ പരാജയവും.
ജീനുകൾ വളരെ എളുപ്പം മാറ്റാൻ കഴിയില്ല. അങ്ങനെ നോക്കിയാൽ സ്വീകാര്യമായ സാഹചര്യങ്ങളിൽ അതൊരു ഗുണവും അല്ലാത്ത സാഹചര്യങ്ങളിൽ ഒരു ശാപവുമായി മാറിയേക്കാം. നിങ്ങൾക്ക് ബാസ്കറ്റ്ബോൾ കളിക്കണമെങ്കിൽ 7 അടി ഉയരം ഒരു ഗുണമാണ്. നിങ്ങൾക്ക് ജിംനാസ്റ്റിക്സ് ചെയ്യണമെങ്കിൽ പക്ഷേ 7 അടി ഉയരം അത്ര ഗുണം ചെയ്യില്ല. നമ്മുടെ സാഹചര്യങ്ങളാണ് നമ്മുടെ ജീനുകളുടെ പ്രയോജനങ്ങളും നമ്മുടെ സ്വാഭാവിക ഗുണങ്ങളുടെ ഉപയോഗവും ഒക്കെ നിർണ്ണയിക്കുന്നത്. നമ്മുടെ സാഹചര്യം മാറുമ്പോൾ നമ്മുടെ വിജയത്തെ നിർണ്ണയിക്കുന്ന ഗുണങ്ങളും മാറും. ഇത് നമ്മുടെ ശാരീരികവും മാനസികവുമായ കാര്യങ്ങളെടുത്താൽ ശരിയാണെന്ന് കാണാനാകും. ശീലങ്ങളെപ്പറ്റിയും മനുഷ്യ സ്വഭാവത്തെ പറ്റിയുമൊക്കെ ചോദിച്ചാൽ ഞാൻ മിടുക്കനായി സംസാരിക്കും. എന്നാൽ നെയ്ത്ത്, റോക്കറ്റ് വിക്ഷേപണം, ഗിറ്റാർ, വായന എന്നിവയെ പറ്റിയൊക്കെ ചോദിച്ചാൽ എനിക്കൊന്നും അറിയുന്നുണ്ടാകില്ല. നമ്മുടെ കഴിവ് സാഹചര്യം അടിസ്ഥാനമാക്കിയാണ് സംഭവിക്കുന്നത്. ഏതൊരു മത്സരമുള്ള മേഖലയിലും ആളുകൾ മികച്ച പരിശീലനം ഉള്ളവരാണെന്ന് മാത്രമല്ല ആ ജോലിക്ക് ഏറ്റവും നന്നായി ഇണങ്ങുന്നവരുമാകും. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് മികച്ചയാൾ ആകണമെങ്കിൽ കൃത്യമായ തെരഞ്ഞെടുപ്പുകൾ അത്യാവശ്യമാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീനുകളല്ല നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. അവ നിങ്ങളുടെ അവസരങ്ങളുടെ മേഖലകൾ മാത്രമേ നിർണ്ണയിക്കൂ. നിങ്ങൾ വിജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലെ ശീലങ്ങളാണ് നിങ്ങൾ ഏറ്റവും നന്നായി ആസ്വദിക്കുക. നിങ്ങളെ ആവേശപ്പെടുത്തുകയും നിങ്ങളുടെ സ്വാഭാവികമായ കഴിവുകളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന മേഖലകളിലേക്ക് നിങ്ങളുടെ പരിശ്രമത്തെ വഴിതിരിച്ചു വിടുകയും നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങളുടെ കഴിവുകളോട് ചേർക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇത് എങ്ങനെ കണ്ടെത്തും എന്നതാണ് ചോദ്യം. എനിക്ക് യോജിച്ച അവസരങ്ങളും ശീലങ്ങളും ഞാൻ എങ്ങനെ തിരിച്ചറിയും? നിങ്ങളുടെ സ്വഭാവം എന്താണ് എന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ ശീലങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു? നിങ്ങളുടെ ശീലങ്ങളുടെ എല്ലാം പിന്നിൽ നിങ്ങളുടെ ജീനുകൾ ഉണ്ടാകും. നിങ്ങൾ TV കണ്ട് ചെലവിടുന്ന മണിക്കൂറുകൾ മുതൽ നിങ്ങളുടെ വിവാഹ ജീവിതമോ നിങ്ങളുടെ മദ്യ ഉപയോഗമോ ഒക്കെ ഇതിൽ അറിയാനാകും. നിങ്ങൾ എത്ര അച്ചടക്കത്തോടെ ജീവിക്കുമെന്നോ എത്രത്തോളം നിങ്ങൾ പ്രതിഷേധിക്കുമെന്നോ പിരിമുറുക്കമുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ എങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്നോ എന്തിനു ഒരു പാട്ട് കേട്ടാൽ നിങ്ങൾ എങ്ങനെ അതിനെ ശ്രദ്ധിക്കുമെന്ന് വരെയുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ജീനുകൾ ഇടപെടുന്നുണ്ട്. കിംസ് കോളേജ് ലണ്ടനിലെ പെരുമാറ്റ ജനിതക ശാസ്ത്രജ്ഞൻ ആയ റോബർട്ട് പ്ലോമിൻ പറയുന്നത് നമ്മുടെ ജീനുകൾ നമ്മെ സ്വാധീനിക്കാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ട് എന്നാണ്. നിങ്ങളുടെ പ്രത്യേകതരം വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒത്തുചേരുന്ന ഈ ജീനുകളുടെ സംഘമാണ്. നിങ്ങളുടെ വ്യക്തിത്വം ഓരോ സാഹചര്യത്തിനനുസരിച്ച് പ്രത്യേക രീതിയിലാകും പ്രതികരിക്കുക. സ്വഭാവ സവിശേഷതകൾ പഠിക്കുന്നവർ ബിഗ് 5 എന്ന പേരിൽ സ്വഭാവത്തെ 5ആയി തിരിച്ചിട്ടുണ്ട്. 1. പുതിയ അനുഭവങ്ങളോടുള്ള പ്രതികരണം. ഒരറ്റത്ത് കൗതുകം, മറുവശത്ത് അങ്ങേയറ്റമുള്ള ശ്രദ്ധ. 2. മനസാക്ഷി. അച്ചടക്കമുള്ളത് മുതൽ ലഘുവും പെട്ടെന്ന് പ്രതികരിക്കുന്നതും വരെ. 3. ആളുകളോടുള്ള ഇടപെടൽ. ചുറുചുറുക്കും ആവേശവും മുതൽ ഏകാന്തതയും ഉൾവലിയലും വരെ. 4. ആളുകളോടുള്ള താല്പര്യം, സൗഹൃദവും സ്നേഹവും മുതൽ നിസ്സംഗത വരെ. 5. ന്യൂറോട്ടിസിസം. ഉത്കണ്ഠ മുതൽ ശാന്തതയും സ്ഥിരതയും വരെ. ഈ 5 തലങ്ങൾക്കും ജൈവശാസ്ത്രപരമായ അടിസ്ഥാനങ്ങളുണ്ട്. നിങ്ങൾ എല്ലാവരോടും ഊർജ്ജസ്വലതയോടെ ഇടപെടുന്ന ആളാണെങ്കിൽ അത് ജനനം മുതൽ കാണാൻ കഴിയും. ശാസ്ത്രജ്ഞർ ഒരു നഴ്സിംഗ് വാർഡിൽ ഉച്ചത്തിലുള്ള സംഗീതം പ്ലേ ചെയ്താൽ ചില കുട്ടികൾ അതിനു നേരെയും ചിലർ അതിന് എതിരെയും പോകുന്നത് കാണാം. പഠനങ്ങൾ കാണിക്കുന്നത് ശബ്ദത്തിനു നേരെ സഞ്ചരിച്ച കുട്ടികൾ ഊർജ്ജസ്വലതയോടെ ജീവിക്കുന്നതാണ്. അതിന് എതിരെ പോയവർ ഉൾവലിഞ്ഞ സ്വഭാവമുള്ളവരായും കാണപ്പെട്ടു എന്നാണ്. ആളുകളോട് ഇടപെടാൻ താല്പര്യമുള്ളവർ സ്വതവേ അനുകമ്പയും സ്നേഹവും ഊഷ്മളതയും നിറഞ്ഞവരായിരിക്കും. അവർക്ക് സ്വാഭാവികമായി തന്നെ ഓക്സിറ്റോസിൻ അളവുകൾ കൂടുതലാണ് എന്ന് കാണാനാകും. സാമൂഹിക ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ ഏറെ പ്രധാനമായ ഒരു ഹോർമോണാണിത്. ഈ ഹോർമോൺ ആളുകളുടെ ഉള്ളിലുള്ള വിശ്വാസം ഉയർത്തുകയും ഒരു സ്വാഭാവികമായ വിഷാദത്തിനു മരുന്നായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കൂടുതലായി ഓക്സിറ്റോസിൻ ഉള്ളവർ നന്ദി പ്രകടനങ്ങൾ കൂടുതലായി നടത്തുന്നതായും സാമൂഹിക ചടങ്ങുകളുടെ നടത്തിപ്പിൽ ശ്രദ്ധിക്കുന്നതായും കാണാം. ന്യൂറോട്ടിസിസം എന്ന ഘടകം എടുക്കുക.
കൂടുതലായി ന്യൂറോട്ടിസിസം ഉള്ള ആളുകൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ വേവലാതിപ്പെടുന്നത് കാണാം. തലച്ചോറിൻ്റെ ഭാഗമായ അമിഗ്ദല ഇവരിൽ വളരെ എളുപ്പം പ്രതികരിക്കുന്നതായി കാണാം. അമിഗ്ദലയാണ് ഭീഷണികൾ തിരിച്ചറിയാൻ തലച്ചോറിനെ സഹായിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സമൂഹത്തിലെ നെഗറ്റീവ് സൂചനകളോട് വേഗം പ്രതികരിക്കുന്നവർക്ക് ന്യൂറോട്ടിസിസം കൂടുതലാണ് എന്ന് പറയാനാകും. നമ്മുടെ ശീലങ്ങൾ പൂർണ്ണമായി നമ്മുടെ വ്യക്തിത്വത്തോട് ചേർന്നല്ല ഉള്ളതെങ്കിലും നമ്മുടെ ജീനുകൾ നമ്മെ ചില ഇടങ്ങളിലേക്ക് നയിക്കുന്നതായി കാണാം. നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞ ചില കാര്യങ്ങളാണ് ചില സ്വഭാവങ്ങൾ മറ്റുള്ളവരെക്കാൾ എളുപ്പമാക്കി മാറ്റുന്നത്. അതിൻ്റെ പേരിൽ നിങ്ങൾ ക്ഷമാപണം നടത്തുകയോ കുറ്റബോധം തോന്നുകയോ ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ ആ സ്വഭാവങ്ങളോടൊപ്പം നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. ചില ആളുകൾക്ക് ഒരു പക്ഷേ അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതം ഉണ്ടാകാൻ സാധാരണയിലേറെ പരിശ്രമിക്കേണ്ടി വരും. നിങ്ങളുടെ സ്വഭാവത്തോട് ചേർന്ന് നിൽക്കുന്ന നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക പ്രധാനമാണ്. ചില ആളുകൾക്ക് ബോഡി ബിൽഡറെ പോലെ വ്യായാമം ചെയ്യാൻ കഴിയും. എന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മലകയറ്റമോ സൈക്ലിങ്ങോ റോവിങ്ങോ ഒക്കെയാകും ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ വ്യായാമശീലങ്ങൾ നിങ്ങളുടെ താല്പര്യങ്ങളുടെ ഒപ്പം ചേരുന്നത് പോലെയാക്കി മാറ്റുക. നിങ്ങളുടെ കൂട്ടുകാർ ലോ കാർബ് ഭക്ഷണം കഴിക്കുന്നുവെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം ലോ ഫാറ്റ് ഭക്ഷണമാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. നിങ്ങൾക്ക് വായിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇക്കിളിപ്പെടുത്തുന്ന പ്രണയ നോവലുകളാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ അത് വായിക്കുക. എല്ലാവരും വളർത്താൻ പറയുന്ന ശീലങ്ങൾ നിങ്ങൾ വളർത്തണമെന്നില്ല. നിങ്ങൾക്ക് ചേരുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഏറ്റവും പ്രശസ്തമായ കാര്യങ്ങളല്ല. ഏത് ശീലം എടുത്താലും അതിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു രീതി ഉണ്ടാകും. അത് കണ്ടെത്തുക. നിങ്ങൾ ഒരു ശീലം തുടരണമെങ്കിൽ നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ കഴിയണം. ഇതാണ് 4-ാം നിയമത്തിൻ്റെ അടിസ്ഥാനം. നിങ്ങളുടെ ശീലങ്ങളെ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്ന രീതിയിൽ ഒരുക്കുന്നത് ഒരു തുടക്കം കിട്ടാൻ സഹായിക്കും. എന്നാൽ അതല്ല കഥയുടെ അവസാനം. നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ കാര്യങ്ങൾ കണ്ടെത്തുന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എങ്ങനെയാണ് നിങ്ങൾക്ക് ചേരുന്ന ഒരു ഗെയിം കണ്ടുപിടിക്കുന്നത്? പ്രചോദനവും വിജയവും നിലനിർത്തുന്നതിന് നിങ്ങൾക്ക് ചേരുന്ന ഒരു ഗെയിം കണ്ടെത്തൽ ഏറെ പ്രധാനമാണ്. നിങ്ങൾക്ക് എന്തും ആസ്വദിക്കാൻ കഴിയും. എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പം കഴിയുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് നന്നായി ആസ്വദിക്കാൻ കഴിയുക എന്ന് മനസ്സിലാകും. ചില കാര്യങ്ങളിൽ കഴിവുള്ളവർ എപ്പോഴും നന്നായി ജോലികൾ ചെയ്യാൻ കഴിയുന്നതിൻ്റെ പേരിൽ പ്രശംസ പിടിച്ചു പറ്റാറുണ്ട്. മറ്റുള്ളവർ തോറ്റ മേഖലകളിൽ ഇവർ കഴിവ് തെളിയിക്കുന്നതുകൊണ്ട് ഇവർക്ക് കൂടുതൽ ആവേശത്തോടെ ജോലി ചെയ്യാനുള്ള പ്രചോദനം ലഭിക്കുന്നു. അവർക്ക് മികച്ച പാരിതോഷികങ്ങളും കൂടുതൽ അവസരങ്ങളും ഒക്കെ ലഭിക്കുന്നു. അത് അവരുടെ സന്തോഷം വർദ്ധിപ്പിക്കുക മാത്രമല്ല, അവർക്ക് കൂടുതൽ മികച്ച ജോലി ചെയ്യാനുള്ള പ്രേരണ നൽകുകയും ചെയ്യുന്നു. ശരിയായ ശീലം തിരഞ്ഞെടുത്താൽ പുരോഗമിക്കൽ എളുപ്പമാണ്. എന്നാൽ തെറ്റായ ശീലം തിരഞ്ഞെടുത്താൽ ജീവിതം ദുർഘടമായി മാറും. എങ്ങനെയാണ് നിങ്ങൾ ശരിയായ ശീലം തിരഞ്ഞെടുക്കുന്നത്? നാം 3-ാം നിയമത്തിൽ മനസ്സിലാക്കിയതാണ് ഇതിലെ പ്രധാന കാര്യം. ശീലം എളുപ്പമാക്കുക. പലരും തെറ്റായ ഒരു ശീലം തിരഞ്ഞെടുക്കുമ്പോൾ അതിനർത്ഥം അവർ വളരെ കഠിനമായ ഒരു ശീലമാണ് തിരഞ്ഞെടുത്തത് എന്നാണ്. ഒരു ശീലം എളുപ്പമാകുമ്പോൾ നിങ്ങൾ അതിൽ വിജയിക്കാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങൾക്ക് സംതൃപ്തി കൂടുതലായി ഉണ്ടാകും. എന്നാൽ ഇതിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദീർഘകാലത്തിൽ നിങ്ങൾ പുരോഗമിച്ചു വരുമ്പോൾ ഏത് മേഖലയും ബുദ്ധിമുട്ടായി വരാം. ഒരു ഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവിന് ചേരുന്ന കാര്യമാണ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് എങ്ങനെ ചെയ്യും? ഏറ്റവും സാധാരണമായ രീതി പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. ഇതിനു പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ജീവിതം വളരെ ചെറിയതാണ്. എല്ലാ തൊഴിൽ മേഖലയും പരീക്ഷിക്കാനോ എല്ലാ യോഗ്യമായ ആളെയും പ്രേമിക്കാനോ എല്ലാ സംഗീതോപകരണങ്ങളും പഠിക്കാനോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സമയം തികയില്ല. എന്നാൽ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു മാർഗമുണ്ട്. എക്സ്പ്ലോർ അഥവാ എക്സ്പ്ലോയിറ്റ് ട്രേഡ് ഓഫ് എന്നാണ് ഈ മാർഗത്തെ വിളിക്കുക. ഒരു ശീലം തുടങ്ങുമ്പോൾ ആദ്യം നിങ്ങൾ അതിനെപ്പറ്റി അന്വേഷിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ബന്ധങ്ങളിൽ ഇത് ഡേറ്റിംഗ് പോലെയുള്ള സമയമാണ്. കോളേജിൽ ഇത് ഉദാരമായ കലകളാണ്. ബിസിനസ്സിൽ സ്പ്ലിറ്റ് ടെസ്റ്റിംഗ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ പരീക്ഷിച്ച് വളരെ വിശാലമായ രീതിയിലുള്ള ഒരു ഗവേഷണം നടത്തുകയാണ് നാം ഇവിടെ ചെയ്യുന്നത്.
ഈ ആദ്യഘട്ടത്തിൽ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ കണ്ടെത്തിയ ഏറ്റവും മികച്ച ഫലത്തിൽ ഉറപ്പിക്കുക. എന്നാൽ ഇടയ്ക്കിടെ മറ്റു പരീക്ഷണങ്ങൾ തുടരുക. നിങ്ങൾ വിജയം കാണുകയാണെങ്കിൽ ആ മാർഗം തുടരുക. നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ വീണ്ടും അന്വേഷണം തുടരുക. 80-90% മികച്ച ഫലം ലഭിക്കുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ നല്ലത്. ബാക്കിയുള്ള 10-20% വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാമല്ലോ. ഗൂഗിൾ അവരുടെ ജീവനക്കാരോട് 80% സമയം ഓഫീസ് ജോലിക്കായും 20% ഇഷ്ടമുള്ള സ്വകാര്യ പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കാനുമാണ് പറയുന്നത്. അതിൽ നിന്നാണ് ആഡ്വേർഡ്സ്, ജിമെയിൽ എന്നീ ആശയങ്ങൾ ഉണ്ടായത്. നിങ്ങൾക്ക് എത്ര സമയം ഉണ്ട് എന്നതും പ്രധാനമാണ്. നിങ്ങൾക്ക് ഒരു തൊഴിലിൻ്റെ തുടക്കത്തിൽ നിൽക്കുന്നതുകൊണ്ട് ധാരാളം സമയമുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾ പരീക്ഷിക്കാൻ സമയമുണ്ടാകും. എന്നാൽ നിങ്ങളുടെ പക്കൽ സമയമില്ല, ഒരു സമയപരിധി അടുത്തെത്തി എന്നാണെങ്കിൽ നല്ല ഫലം ലഭിക്കാനുള്ള മികച്ച മാർഗം സ്വീകരിക്കുക എന്നതാണ്. പല കാര്യങ്ങൾ പരീക്ഷിക്കുന്നതിനിടെ നിങ്ങൾക്ക് സ്വയം ചോദിക്കാവുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്താണ് മറ്റുള്ളവർക്ക് ജോലിയായും എനിക്ക് രസകരമായും തോന്നുന്നത്? നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ ഇഷ്ടമാണോ എന്നത് മാത്രമല്ല, ആ ജോലിയിലെ വേദനകൾ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ നന്നായി താങ്ങാൻ കഴിയുമോ എന്നതും പ്രധാനമാണ്. മറ്റുള്ളവർ പരാതി പറയുമ്പോഴും നിങ്ങൾ ആസ്വദിക്കുന്ന ജോലി എന്താണ്? മറ്റുള്ളവരെക്കാൾ നിങ്ങളെ കുറച്ച് വേദനിപ്പിക്കുന്ന ജോലിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ സമയം പോലും മറന്നു പോകുന്നത്? ഒരു ജോലിയിലെ ഏകാഗ്രത കൊണ്ട് നിങ്ങൾ ലോകത്തെ മുഴുവൻ മറന്നു പോകുന്നത് എപ്പോഴാണ്? അത്ലറ്റുകൾ, മറ്റു കലാകാരന്മാർ എന്നിവർ ഏറ്റവും ആസ്വദിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇത്തരത്തിൽ സന്തോഷവും ജോലിയിലെ മികവും ഒരുമിച്ച് വരുന്നത് കാണാം. എവിടെയാണ് ഞാൻ ഒരു ശരാശരി വ്യക്തിയേക്കാൾ കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നത്? നാം സ്ഥിരം നമ്മെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാറുണ്ട്. ഈ താരതമ്യം നമുക്ക് സന്തോഷം തരുന്നതാണെങ്കിൽ നാം അത് ആസ്വദിക്കും. ഞാൻ jamesclear.com തുടങ്ങി എഴുതാൻ ആരംഭിച്ചപ്പോൾ എൻ്റെ ഇമെയിൽ പട്ടിക വളരെ വേഗം വളർന്നു. ഞാൻ എന്താണ് നന്നായി ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലെങ്കിലും ഫലം വേഗം വരുന്നതായി കണ്ട എനിക്ക് കൂടുതൽ എഴുതാൻ പ്രചോദനം തോന്നി. എന്താണ് എനിക്ക് സ്വാഭാവികമായി വരുന്നത്? എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാം മാറ്റിവെച്ച് ഞാൻ ചിന്തിച്ചു. സമൂഹത്തെ മറന്നേക്കൂ, ആളുകളുടെ പ്രതീക്ഷകൾ മറക്കൂ, നിങ്ങളുടെ ഉള്ളിൽ ഇറങ്ങിച്ചെന്ന് ചോദിക്കൂ, എന്താണ് എനിക്ക് സ്വാഭാവികമായി തോന്നുന്നത്? ഞാൻ എപ്പോഴാണ് ഏറ്റവും ജീവനോടെ ഇരിക്കുന്നത്? എപ്പോഴാണ് എനിക്ക് ഇതാണ് ഞാൻ എന്ന് തോന്നിയത്? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത് മറക്കൂ, സങ്കോചങ്ങളും സ്വയം വിലയിരുത്തലും മറക്കൂ, പ്രവൃത്തിയും ആനന്ദവും മാത്രം. എപ്പോഴാണോ നിങ്ങൾക്ക് ഏറ്റവും സ്വതസിദ്ധമായും സത്യസന്ധമായും തോന്നുന്നത്, അപ്പോൾ നിങ്ങൾ ശരിയായ ദിശയിലാണെന്ന് പറയാം. സത്യം പറഞ്ഞാൽ ഇതിൽ പകുതി ഭാഗ്യമാണ്. മൈക്കൽ ഫെൽപ്സും എൽ ഗുരോജുമെല്ലാം ചില പ്രത്യേക കഴിവുകളുമായി ജനിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. അവർക്ക് സമൂഹത്തിൽ അവരുടെ കഴിവുകൾക്ക് ചേരുന്ന സാഹചര്യങ്ങൾ ലഭിക്കാനുള്ള ഭാഗ്യവുമുണ്ടായി. നമുക്ക് ഈ ഭൂമിയിൽ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇടയിലെ ഏറ്റവും മികച്ചവർ കഠിനാധ്വാനം ചെയ്യുക മാത്രമല്ല, അവർക്ക് അനുകൂലമായ ഭാഗ്യവും ഉണ്ടാകാറുണ്ട്. എന്നാൽ നിങ്ങൾക്ക് എല്ലാം ഭാഗ്യത്തിന് വിട്ടുകൊടുക്കുന്നത് താല്പര്യമില്ലെങ്കിലോ? നിങ്ങൾക്ക് അനുകൂലമായ ഒരു ജോലി കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ പുതിയ ഒന്ന് നിർമ്മിക്കുക. ദിൽബർട്ട് കാർട്ടൂൺ നിർമ്മിച്ച സ്കോട്ട് ആഡംസ് പറയുന്നത് ഇങ്ങനെയാണ്: കുറച്ച് പരിശ്രമം കൊണ്ട് മെച്ചപ്പെടാവുന്ന ഒരുപാട് മേഖലകളുണ്ട്. എൻ്റെ കാര്യമെടുത്താൽ ഞാൻ പലരെക്കാളും നന്നായി വരയ്ക്കുമെങ്കിലും ഞാനൊരു ആർട്ടിസ്റ്റ് ആയിരുന്നില്ല. ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ്റെ അത്ര തമാശയില്ലെങ്കിലും സാധാരണ ആളുകളെക്കാൾ തമാശ ഉള്ളിലുള്ള ആളാണ് ഞാൻ. എന്നാൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ നന്നായി വരയ്ക്കാനും കഴിയൂ. ഈ ഒരു കോമ്പിനേഷനാണ് ഇത് വിചിത്രമാക്കുന്നത്. എൻ്റെ സംരംഭ പശ്ചാത്തലം കൂടിയായപ്പോൾ എനിക്ക് വളരെ വ്യത്യസ്തമായ ഒരു മേഖല കണ്ടെത്താനായി. നിങ്ങൾക്ക് മികച്ചതായി ജയിക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങൾ വ്യത്യസ്തരാകുക. പലതരം കഴിവുകൾ ചേർത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മത്സരം ഒഴിവാക്കി സമൂഹത്തിൽ വേറിട്ട് നിൽക്കാൻ എളുപ്പമാകും. ഒരു പക്ഷേ കളിയുടെ നിയമങ്ങൾ പോലും നിങ്ങൾക്ക് മാറ്റി എഴുതാനാകും. ഒരു മികച്ച കളിക്കാരൻ എല്ലാവരും കളിക്കുന്ന കളി കഷ്ടപ്പെട്ട് വിജയിക്കുമ്പോൾ ഒന്നാം തരം കളിക്കാരൻ തങ്ങളുടെ ശക്തികൾക്ക് ചേരുന്ന പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി. കോളേജിൽ ഞാൻ എൻ്റെ സ്വന്തം മേജർ രൂപകൽപ്പന ചെയ്തു.
ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അനാട്ടമിയും ചേർത്ത് വെച്ചു. ഈ വിഷയങ്ങളിൽ കഴിവ് തെളിയിക്കാൻ മാത്രം ഞാൻ മികച്ചതായിരുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം മേഖല കണ്ടെത്തി. എനിക്ക് താല്പര്യമുള്ള കോഴ്സുകൾ മാത്രം എടുത്തതുകൊണ്ട് പഠിത്തം ഒരു ജോലിയായി മാറിയില്ല. ഞാൻ എന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നതും നിർത്തി. എൻ്റെ അതേ കോമ്പിനേഷൻ എടുത്ത മറ്റാളുകൾ ഇല്ലാത്തതുകൊണ്ട് താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. മോശം ജനിതകശാസ്ത്രം അവഗണിക്കാനുള്ള ഒരു മികച്ച മാർഗമാണ് പ്രത്യേക വൈദഗ്ധ്യം. നിങ്ങൾ ഒരു കഴിവിൽ മികവ് നേടും തോറും മറ്റുള്ള ആളുകൾക്ക് നിങ്ങളോട് മത്സരിക്കാൻ ബുദ്ധിമുട്ടായി തോന്നും. പല ബോഡി ബിൽഡർമാരും ഒരു ശരാശരി പഞ്ചഗുസ്തിക്കാരനേക്കാൾ ശക്തരാണ്. എന്നാൽ ഏറ്റവും മികച്ച ബോഡി ബിൽഡർ പോലും പഞ്ചഗുസ്തിയിൽ തോൽക്കാനാണ് സാധ്യത. കാരണം അതിൽ ജയിക്കാൻ ഒരു പ്രത്യേക തരം ശക്തിയാണ് വേണ്ടത്. നിങ്ങൾ സ്വാഭാവികമായി കഴിവുള്ളയാൾ അല്ലെങ്കിലും നിങ്ങൾക്കൊരു പ്രത്യേക മേഖല തിരഞ്ഞെടുക്കുന്നത് വഴി അതിൽ മികവ് നേടാനാകും. തിളച്ച വെള്ളം ഉരുളക്കിഴങ്ങിനെ മയപ്പെടുത്തുമ്പോൾ മുട്ടയെ കട്ടിയാക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഓർക്കുക. നിങ്ങൾ ഒരു ഉരുളക്കിഴങ്ങാണോ മുട്ടയാണോ എന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ കട്ടിയാവുകയാണോ മയപ്പെടുകയാണോ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാമല്ലോ. നിങ്ങൾക്ക് പറ്റിയ സാഹചര്യങ്ങൾ തിരഞ്ഞെടുക്കാനായാൽ നിങ്ങൾക്ക് എതിരെയുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് സ്വീകാര്യമാകുന്ന രീതിയിലാക്കാൻ കഴിയും. നിങ്ങളുടെ ജീനുകൾ എങ്ങനെ പരമാവധി പ്രയോജനപ്പെടുത്താം? നമ്മുടെ ജീനുകൾ ഒരിക്കലും കഠിനാധ്വാനത്തെ വേണ്ടെന്ന് പറയില്ല. എന്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യണമെന്ന് കാണിച്ചു തരികയാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ ശക്തി നമുക്ക് മനസ്സിലായാൽ എവിടെയാണ് നമ്മുടെ സമയവും ഊർജവും ചെലവിടേണ്ടതെന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്തൊക്കെ തരം സാധ്യതകൾ സ്വീകരിക്കണമെന്നും എന്തൊക്കെ ഒഴിവാക്കണമെന്നും നമുക്ക് ധാരണയുണ്ടാകും. നമ്മുടെ സ്വഭാവം നാം നന്നായി അറിയും തോറും നമ്മുടെ പോംവഴിയും നന്നാവും. ജൈവികമായ വ്യത്യാസങ്ങൾ പ്രധാനമാണ്. എങ്കിലും നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് മറ്റുള്ളവരോട് താരതമ്യം ചെയ്യുന്നതിലും എളുപ്പം. നിങ്ങളുടെ കഴിവുകൾക്ക് സ്വാഭാവികമായ ഒരു അളവുണ്ടാകും. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധിയിൽ എത്താൻ ഇതൊരു തടസ്സമല്ല. തൻ്റെ കഴിവിന് പരിധിയുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ ആളുകൾ അതിനടുത്തെത്താനുള്ള ശ്രമം പോലും ഉപേക്ഷിച്ചു കളയുകയാണ് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ പരിശ്രമിക്കുന്നില്ലെങ്കിൽ ജീനുകൾക്കും നിങ്ങളെ രക്ഷിക്കാനാകില്ല. നിങ്ങളുടെ ജിമ്മിലെ മിടുക്കനായ പരിശീലകന് അയാളുടെ ജീനിൻ്റെ ഗുണം കാണും. എന്നാൽ നിങ്ങൾ പരിശ്രമിച്ചില്ലെങ്കിൽ അതിലും മികച്ച ജീനാണോ നിങ്ങൾക്കുള്ളതെന്ന് അറിയാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. മറ്റുള്ളവരുടെ വിജയത്തെ ഭാഗ്യമായി എഴുതി തള്ളരുത്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ നല്ല ശീലങ്ങൾ നിലനിർത്താൻ നിങ്ങളുടെ വ്യക്തിത്വത്തോടും കഴിവുകളോടും ചേർന്ന് നിൽക്കുന്നവ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എളുപ്പം കഴിയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കഠിനമായി പ്രയത്നിക്കുക. അധ്യായ സംഗ്രഹം. നിങ്ങളുടെ വിജയസാധ്യത കൂട്ടുന്നതിന് ശരിയായ കർമ്മമേഖല തിരഞ്ഞെടുക്കുന്നത് ഏറെ പ്രധാനമാണ്. ശരിയായ ശീലം തിരഞ്ഞെടുത്താൽ പുരോഗതി എളുപ്പമാണ്. മോശം ശീലം തിരഞ്ഞെടുത്താൽ ജീവിതം ഒരു ദുരിതമായി മാറും. ജീനുകൾ എളുപ്പം മാറ്റാൻ കഴിയില്ല. ചേരുന്ന സാഹചര്യങ്ങളിൽ നല്ല ഗുണവും തിരിച്ചും സംഭവിക്കാറുണ്ട്. നിങ്ങളുടെ നൈസർഗികമായ കഴിവുകളോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ശീലങ്ങൾ എളുപ്പമാകുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ചേരുന്ന ശീലം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ശക്തികൾ കൊണ്ട് തിളങ്ങാൻ കഴിയുന്ന ഒരു ശീലം കണ്ടെത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ വളർത്തുക. ജീനുകൾ ഒരിക്കലും കഠിനാധ്വാനത്തിൻ്റെ പങ്ക് ഇല്ലാതാക്കുന്നില്ല. മറിച്ച് അത് തെളിച്ചു കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്തിലാണ് നന്നായി ശ്രദ്ധിക്കേണ്ടത് എന്ന് അവർക്ക് പറഞ്ഞു തരാൻ കഴിയും. താങ്ക് യു.